നമസ്കാരം, ലേഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഷോണിമ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം പുലാവ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഏകദേശം 15 to 20 മിനിറ്റ്സ് മതി ഇത് തയ്യാറാക്കാൻ. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡിഷാണ്. രണ്ട് ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്ക, ഒരു ചെറിയ കറുകപ്പട്ട, കുറച്ച് ജീരകം, കുറച്ച് ഗ്രാമ്പൂ, കുരുമുളക്, ഒരു സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. അടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഗീ ആഡ് ചെയ്യാം. ഒരു ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് ടർമറിക് പൗഡർ, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. നന്നായിട്ട് മിക്സ് ചെയ്യണം, മസാലയുടെ റോ ടേസ്റ്റും സ്മെല്ലും പോകുന്ന വരെ. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 ഗ്രീൻ ചില്ലി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ ചില്ലി സാധാരണ ആദ്യമാണ് ആഡ് ചെയ്യാറ്. റോ കളർ കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആഡ് ചെയ്തത്. ഇത് സിമ്മിലിട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. മഷ്റൂം ശരിക്കും വേവണം. ഇപ്പോൾ മഷ്റൂം നല്ലോണം കുക്കായിട്ടുണ്ട്. നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറാണ്. കുറച്ച് സോൾട്ടും ഹോൾ സ്പൈസസും ആഡ് ചെയ്തിട്ട് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന ചോറാണ്. മസാലയും റൈസും ശരിക്കും മിക്സ് ആവണം. കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മഷ്റൂം പുലാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ മഷ്റൂം പുലാവ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. അധികം ഇൻഗ്രീഡിയൻസ് ആവശ്യമില്ല, അധികം സമയവും വേണ്ട. അപ്പോൾ ഗസ്റ്റ് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടമ്മമാർക്ക് ടെൻഷനൊന്നും ഇല്ലാതെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഇത് നമുക്ക് റൈത്തയുടെ കൂടെ അല്ലെങ്കിൽ പിക്കിളിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം.